ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കറുപ്പ് സിനിമ കാണാൻ വേണ്ടി പോവാണ്. കറുപ്പ് കാണാൻ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. നമുക്ക് രാവിലെ 11 മണിക്കാണ് ഷോ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് യാത്ര ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ എത്തുമെന്ന് തോന്നുന്നില്ല. വണ്ടിയൊക്കെ അവിടെ ഒക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ തോടക്കാണ്. നമ്മൾ ഹൈഡൽബർഗ് സ്റ്റേഷൻ എത്തി. നമ്മൾ ഫൈനലി നമ്മുടെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലുക്സോർ തിയേറ്റർ ഹൈഡൽബർഗിലെ. കറുപ്പിന് ഇനി 23 ഫ്ലാറ്റ്സേ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ 138 ഉണ്ട്. അതാണൊക്കെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ വെറും 16 യൂറോ. അതായത് നമ്മുടെ നാട്ടിൽ 1800 രൂപ സംതിങ് ആവും. ഗൈസ്, കൊമ്പോ സെറ്റപ്പൊക്കെയാണ് മുകളിൽ. ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. ഇവിടെ അല്ല, അങ്ങോട്ട് പോകണം. ഇവിടെ ഒരു മ്യൂസിയം പോലെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊള്ളാം. 3D ചെസ് ബോർഡ് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്. ഇതാണ് നമ്മുടെ തിയേറ്ററിലോട്ടുള്ള ഒരു എൻട്രൻസ്. ഇത് സ്ക്രീനാണ്, പല പല സ്ക്രീനുണ്ട് ഇവിടെ. അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ സെൻഡായ ചേച്ചി. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റിസ് ആണ് നമ്മുടെ സാൽ. അപ്പോൾ നമ്മുടെ കറുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. കറുപ്പ് കാണാൻ നമ്മൾ അകത്തോട്ട് പോവാണ് ഗൈസ്. വെരി വെരി എക്സൈറ്റഡ്. തിയേറ്റർ ഫുള്ള് കാലിയാണ്, ആരുമില്ല. നമ്മുടെ നാട്ടിൽ അതേ തിയേറ്റർ സെറ്റപ്പൊക്കെ തന്നെയാണ്, അതേ സ്ക്രീൻ. പിന്നെ നമ്പറൊക്കെ ദാ ഇവിടെയാണ് വരുന്നത്. വേണ്ട, ഓരോ പടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ സെക്ഷൻ. പിന്നെ അതേ റോയിൽ സീറ്റ്. സെയിം നമ്മുടെ നാട്ടിൽ അതേ പരിപാടി തന്നെയാണ്, കറക്റ്റ് എല്ലാം. ഗൈസ്, തിയേറ്ററിലെത്തി, ഓടിച്ചാടിയൊക്കെ വന്നു. പക്ഷെ ഇവിടെ ആരുമില്ല. ഇനിയിപ്പോൾ തിയേറ്റർ ഇത് തന്നെയാണ്, പക്ഷേ സ്ക്രീൻ ഇതാണെന്ന് അറിയില്ല. എവിടെ ഓടി വന്ന് കറുപ്പെന്ന് കണ്ടപ്പോൾ ഓടി കയറി. ആരുമില്ല. ഉണ്ടോ? എവിടെ പോയാലും ഇതാണ് അവസ്ഥ. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പടം ഇവിടെ തന്നെ, സ്ഥലം മാറിയിട്ടില്ല. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. തമിഴന്മാരും ഉണ്ട്, തെലുങ്കന്മാരും ഉണ്ട്, പിന്നെ 2-3 ബംഗാളികളും ഉണ്ട്. ഫുൾ ഇന്ത്യക്കാർ തന്നെയാണ്, പക്ഷേ ആൾക്കാരൊക്കെ ഒന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ്. കയറുന്ന പരിപാടിയൊന്നുമില്ല. കണ്ട, ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെക്ക് ചെയ്യാനാരുമില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കയറുക. കണ്ട, Encara Messi, 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 encara Messi. அண்ணா, படம் எப்படி இருக்கு? அந்த கிளைமேக்ஸ் மட்டும் கொஞ்சம் படம் அப்படி. ഇല്ല, ക്യാമറയിൽ കാണിക്കട്ടമാ. മലയാളിയായിരുന്നാ? അപ്പോൾ പടം കഴിഞ്ഞു, റിവ്യൂ ഓക്കെയാണ്. പടം കണ്ടിറങ്ങി. എന്താ പറയുക, പടം നല്ലൊരു പടമാണ്. അത്യാവശ്യം ഫാൻസുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. പിന്നെ ഇവിടുത്തെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് ഭയങ്കര ലോ ആണ്. സൗണ്ട് ശരിക്കും നമുക്ക് കമ്പയർ ടു നമ്മുടെ നാട്, ഇവിടുത്തെ സൗണ്ട് സിസ്റ്റമൊക്കെ ഭയങ്കര ലോ ആണ്. നമുക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ലിമിറ്റഡാണ്. അപ്പോൾ ഇത്ര തന്നെ. ഇതാണ് എൻ്റെ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പോൾ ബൈ.